തല ചായ്ക്കാൻ ഇടമില്ലാത്തവർ, മക്കളെ മാറോട് ചേർത്തുറങ്ങാൻ അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്തവർ, അവരെല്ലാം നടന്നെടുത്തത് എന്റെ വീട്ടിലേക്കായിരുന്നു. അശരണരുടെ സ്വപ്നത്തിനൊപ്പം നടക്കുകയാണ് മാതൃഭൂമിയും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. അടച്ചുറപ്പിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ എന്റെ വീട് ആദ്യഘട്ടം സാധ്യമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. എറണാകുളം ജില്ലയിലെ 6 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചതോടെയാണ് സ്വപ്ന പദ്ധതിയായ എന്റെ വീടിന്റെ ആദ്യഘട്ടത്തിലെ 1000 വീടുകളുടെ പൂർത്തീകരണം സാധ്യമായത്. 1000ാമത്തെ വീടിന്റെ താക്കോൽ ബിജോയും കുടുംബവും ഏറ്റുവാങ്ങി. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകിയും വീട് പണിയാൻ മറ്റ് സഹായങ്ങൾ നൽകിയും സമൂഹം കൂടി ഏറ്റെടുത്ത പദ്ധതിയായി മാറുകയായിരുന്നു എന്റെ വീട് എന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. 1000 വീടിന്റെ പൂർത്തീകരിക്കുകയാണ് ഇവിടെ. 2ാം ഘട്ടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഏകദേശം 600ഓളം വീടുകളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കണ്ടെത്തുകയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ നൽകുന്ന പണം കൊണ്ട് വീട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ അത് അവരുടെ കൂടി ഒരു പദ്ധതിയായിട്ടാണ് ഏറ്റെടുത്തത്. എല്ലാ സ്ഥലങ്ങളും കർമ്മസമിതികൾ അവർ കൂടി ആ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശവാസികൾ സൗജന്യമായി വീടിൻ്റെ ജോലിയെടുക്കുന്നു, പണം പിരിച്ചു നൽകുന്നു, സ്ഥലം നൽകിയവരുണ്ട്. ഞാൻ പോയ സ്ഥലങ്ങളിൽ വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് സൗജന്യമായ സ്ഥലം നൽകിയ അപ്പോൾ ഈ സമൂഹം കൂടി ഇത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. ഓരോ സ്ഥലത്തും ഓരോ അവരുടെ ദുഃഖങ്ങൾ വേറെയാണ്. വളരെ വൈകാരികമായിട്ടാണ് അവരിതിനെ കണ്ടത്. അവരെല്ലാം അനുഗ്രഹം. അത് മാത്രമല്ല, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി കുടുംബത്തിനും കോടാനുകോടി അനുഗ്രഹം ദൈവം നൽകുന്നവരെല്ലാം മനസ്സിന്റെ പ്രാർത്ഥന. അർഹതപ്പെട്ടവരെ കണ്ടെത്താനും അവരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലേക്ക് വരുന്ന അപേക്ഷകൾ കാണുമ്പോഴാണ് മനസ്സിലായത് ഇനിയും നമ്മുടെ നാട്ടിൽ ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇനിയും നമ്മുടെ നാട്ടിൽ വീടില്ലാത്തവർ ധാരാളം പേരുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ്. അങ്ങനെയാണ് ഈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ഇറങ്ങിയത്. ജയരാജ് പറഞ്ഞു ഇങ്ങനെ മാതൃഭൂമിയായിട്ട് സഹകരിച്ച് നമുക്ക് കുറച്ച് വീടുകൾ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 250 എണ്ണം എങ്ങാനും ചെയ്യാൻ പറ്റുമായിരിക്കും അവർക്ക്. കാരണം അവർക്ക് അല്ലാതെ തന്നെ വേറെ ജോലിയുള്ളവരാണല്ലോ. അങ്ങനെ തുടക്കത്തിൽ എൻ്റെ ഒരു വിശ്വാസം ഓക്കെ 1000 വീടുകൾ എന്നൊക്കെ പറഞ്ഞാലും 500 എണ്ണമെങ്കിലും പൂർത്തിയായാൽ അത്രയും സന്തോഷം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് തുടക്കത്തിലൊക്കെ അതിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരുന്നെങ്കിലും പിന്നെ പോയി അതിൻ്റെ സ്പീഡ് കൂടി ഇപ്പോൾ 1000 വീട്ടിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാതൃഭൂമിയുടെ സ്റ്റാഫ് അംഗങ്ങളെയാണ്. മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ്. അവർ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അർഹരായിട്ടുള്ള അംഗങ്ങളെ കണ്ടുപിടിക്കുന്നു. വീടുകളില്ലാത്തവർ, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള കുടുംബനാഥന്മാർ, അങ്ങനെ തികച്ചും അർഹതപ്പെട്ടവരെ മാത്രം തെരഞ്ഞു പിടിക്കുന്നു. ചടങ്ങിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും എന്റെ വീട് പദ്ധതിയിലെ അംഗങ്ങളെയും യൂണിറ്റ് മാനേജർമാരെയും ആദരിച്ചു. അതിനോടൊപ്പം നിന്നുകൊണ്ട് സേവനത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയ മാതൃകയാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന ആ വലിയ മനുഷ്യൻ ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹത്തെ മാതൃഭൂമിയുടെ നന്ദിയും സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒപ്പം മാതൃഭൂമിൻ്റെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഭയങ്കര ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ. നമ്മുടെ ഓരോ യൂണിറ്റ് മാനേജേഴ്സ് എല്ലാ യൂണിറ്റിലും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തിയതും. അപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ആണെങ്കിലും മാതൃഭൂമിൻ്റെ എംപ്ലോയീസിനാണെങ്കിലും ഒരു ഹ്യൂജ് താങ്ക് യു
എല്ലാവരുടെയും വക ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് വിതൗട്ട് ദം ഐ ഡോണ്ട് തിങ്ക് എനി ഓഫ് ദിസ് വുഡ് ഹാവ് ബീൻ പോസിബിൾ. ചടങ്ങിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് ശ്രീബ, ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയരാജ്, മാതൃഭൂമി ഡയറക്ടർ MS ദേവിക, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ MS വിനോദ്, വർമ്മ ആൻഡ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ജോയിന്റ് മാനേജിംഗ് പാർട്ണർ V സത്യനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു.